വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവചനത്തെ അറിയിക്കുന്നു. കർത്താവ് ആരാണ്? കർത്താവ് അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, നിത്യപിതാവാണ്, സമാധാന പ്രഭുവാണ്. അപ്പോൾ സമാധാനം നൽകി തരുന്നത്, ആശ്വാസം നൽകി തരുന്നത്, വിടുതൽ നൽകി തരുന്നത് ആരാണ്? ദൈവമാണ്. ദൈവ അത്ഭുതകരമായ വിടുതൽ ഓരോരുത്തർക്കും ആപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും, രോഗത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കും. മറ്റ് പ്രയാസങ്ങൾ, ഇതര പ്രയാസങ്ങളിൽ നിന്ന്, മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, ശാരീരിക പ്രയാസങ്ങളിൽ നിന്നെല്ലാം വിടുവിക്കാനായിട്ട് സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ആ ദൈവത്തിൻ്റെ മാർഗ്ഗം ചാരി നാം ഒന്ന് ജീവിച്ച് നോക്കിക്കുക, എന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? നമുക്ക് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും സർവശക്തനായ ദൈവത്തെ സമർപ്പിച്ച് അത് പ്രാർത്ഥിച്ച് നോക്കിക്കുക, ആ കാര്യത്തിന് നമുക്ക് വിടുതൽ കിട്ടുകയാണ് ചെയ്യുന്നത്. വിടുതലിൻ്റെ കരം നീട്ടുവാൻ ആർക്ക് സാധിക്കും? സർവശക്തനായ ദൈവത്തിന് സാധിക്കും. ഈ അരുമനാഥനെ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. രാപ്പകൽ അതായത് ഉറങ്ങാതെ മയങ്ങാതെ ഇരിക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി ആരാന്നറിയോ? നമ്മുടെ സർവശക്തനായ ദൈവം എന്നാണ്. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. അപ്പോൾ നമുക്ക് സഹായം ലഭിക്കുന്ന ആരിൽ നിന്നാണ്? നമുക്ക് ദൈവത്തിൽ നിന്നാണ് സഹായം ലഭിക്കുന്നത്. അതുപോലെ ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിലിരിക്കും. എൻ്റെ ഉള്ള യഹോവയെ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിത്യവും യഹോവയെ സ്തുതിക്കണം. ഒന്നല്ല രണ്ടല്ല, നമ്മുടെ ജനനം മുതൽ മരണം വരെ നമ്മളെ താങ്ങുന്ന നമ്മുടെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരാണ്. കർത്താവ് നമ്മളെ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് ജയത്തോടെ മുമ്പോട്ട് നടക്കുവാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ ഒരു അപ്പൻ്റെയും അമ്മയുടെയും കാര്യത്തിൽ ഒരു കുഞ്ഞ് പിടിച്ച് നടക്കുമ്പോൾ അവനല്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. മകളോ മകനോ ആകട്ടെ, കുഞ്ഞുങ്ങൾ, അപ്പോൾ അവർക്ക് സന്തോഷം എന്താ? എൻ്റെ മാതാവിൻ്റെ പിതാവിൻ്റെ കരങ്ങളിലാണ് ഞാൻ പിടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ മക്കളായ നമ്മുടെ ഇടയനാണ് ആര്? നമ്മുടെ ദൈവം. നമ്മൾ ആടുകളായ നമ്മളെ തേടി തെരഞ്ഞു വന്ന നമ്മുടെ ദൈവം. അപ്പം ഒരു ഒരു ആടിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് 99 സുരക്ഷിതമായി നിർത്തിച്ച് ആ കാണാതെ പോയതിനെ കൊണ്ട് നടക്കും. നിറഞ്ഞ പോലെ നമ്മളെ സുരക്ഷിതരായി നടത്തുവാനായിട്ട് നമുക്കൊരു ഭാരം വരാതെ, പ്രയാസം വരാതെ ഒക്കെ കാവൽ നിർത്തി കൊണ്ടുപോകാനായിട്ട് നമുക്കൊരു ഇടയനുണ്ട്. ആ ഇടയനാണ് നമ്മുടെ ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ ഓരോരുത്തരെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതായത് നമ്മൾ ഈ ലോകം വിട്ട് ജനനമുണ്ട്, മരണമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലോകം വിട്ട് കടന്നു പോകും. എന്നും നമ്മൾ ഈ ലോകത്തിൽ ഇങ്ങനെ ജീവിക്കത്തില്ല. പക്ഷെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആത്മീയ സന്തോഷം അനുഭവിച്ച് വേണം നമ്മൾ ജീവിക്കാൻ. ആത്മീയ സന്തോഷം അനുഭവിച്ച് ജീവിക്കുമ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ എന്തിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് ആര് തരും? ദൈവം തരും. ദൈവം തന്ന കഴിവിനനുസരിച്ച് മാത്രമേ നമുക്ക് മുമ്പോട്ട് ജയത്തോടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളൊക്കെയും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യേണ്ടവർക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം യൗവനക്കാരായ കുഞ്ഞുങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ജോലി വേണോ? അത് ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് കുടുംബജീവിതം വേണോ? അത് ദൈവത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ വേണം? നമ്മൾ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്ന പോലെ ദൈവത്തോട് കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും. തക്ക സമയത്ത് തരേണ്ടുന്ന കാര്യങ്ങളൊക്കെയും കർത്താപ്പച്ചൻ നമുക്ക് തരണമെന്ന് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും ആ കറക്റ്റ് സമയത്ത് നമുക്ക് തരുന്നതായിരിക്കും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ ചെയ്യണം. എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം അത് തരത്തുള്ളൂ നമുക്ക്. ചുമ്മാ അതായത് പഠിക്കുന്ന ഒരു കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് പഠിച്ചെങ്കിൽ മാത്രമേ ജയിക്കത്തുള്ളൂ. അവർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, അതായത് 12 ക്ലാസ്സുകൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, പിന്നെ പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ഇവരൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താപ്പച്ചൻ നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ ബൈബിൾ വായിക്കുന്നുണ്ടോ, പ്രാർത്ഥിക്കുന്നുണ്ടോ, ആരാധിക്കുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് ഒരാൾ നോക്കുന്നുണ്ട്, നമ്മുടെ സർവശക്തനായ ദൈവം. അപ്പോൾ ആ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മളിതൊക്കെ ഒന്ന് ചെയ്തു പോയി നമുക്ക് വളരെ സന്തോഷകരമായ ജീവിതം നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ ദുഃഖിച്ച് ഇങ്ങനെ കരഞ്ഞ് അങ്ങനെ ജീവിക്കേണ്ടതല്ല. കർത്താവിൽ ഇപ്പോഴും സന്തോഷിക്കണം.
അപ്പോൾ നമുക്ക് ഈ ലോകപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടിയൊക്കെ അതിനെ തരണം ചെയ്ത് പോകാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് മാതാപിതാക്കൾ അവരുടെ സ്നേഹവും കരുതലും കിട്ടുമ്പോൾ നമുക്ക് വലിയൊരു ആശ്വാസം. അവർക്ക് നമ്മുടെ സ്നേഹവും കരുതലും കിട്ടുമ്പോൾ വലിയൊരു ആശ്വാസം. അതേപോലെ തന്നെ കുടുംബജീവിതത്തിൽ ഭാര്യ ഭർത്താവ് വളരെ സ്നേഹത്തോടു കൂടി അവരും ജീവിച്ച് അവർക്ക് കൊടുക്കുന്ന കുഞ്ഞുങ്ങളെ അതുപോലെ വളർത്തി ജീവിച്ച് നോക്കി ആ ഭവനത്തിൽ സമാധാനം ലഭിക്കും. ആ കുഞ്ഞുങ്ങളും ഒക്കെ ദൈവത്തിൽ ആശ്രയിച്ചൊക്കെ ജീവിച്ച് നോക്കിക്കേ മാതാപിതാക്കൾ ആ ഭവനത്തിൽ എന്തെന്നില്ലാതെ എന്നും നിലനിൽക്കുന്ന ഒരു സന്തോഷത്തെ ഒരു പീസ് സമാധാനത്തിനെ നിറയ്ക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. രോഗങ്ങൾ വരും, ക്ഷീണങ്ങൾ വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും. ഇതൊക്കെ നമ്മൾ ഇതിനൊക്കെ തരണം ചെയ്യാൻ ഉള്ള കൃപ ആര് തരും? നമുക്ക് ദൈവം തരും. ദൈവത്തിൽ ആശ്രയിച്ച് ഓരോരുത്തരും മുമ്പോട്ട് യാത്ര ചെയ്യുക. ദൈവം നമ്മൾ ജ്ഞാനത്താൽ നിറയ്ക്കാൻ ദൈവത്തിന് സാധിക്കും. നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ദൈവത്തെ സമർപ്പിച്ച് ചെയ്ത് നോക്കിയേ, വിടുതലിൻ്റെ കരം തക്ക സമയത്ത് ദൈവം നീട്ടുകയാണ് ചെയ്യുന്നത്. എല്ലാവരും ആയിരിക്കുന്നിടത്ത് കർത്താവ് പരിപാലിക്കട്ടെ, ജയത്തോടെ നടത്തട്ടെ. എല്ലാവരും ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നെ ഓർത്തും എല്ലാവരും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലസ് യു.